ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായത് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, തക്കാളി ഒരെണ്ണം, ഒരു പച്ചമുളക്, ഒരു സവോള, കുറച്ച് കറിവേപ്പില എന്നിവയാണ് ആവശ്യമുള്ളത്. ഫിഷ് ഫ്രൈക്കായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോയോളം വരുന്ന കഷ്ണം ഫിഷ് ആകുന്നു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഒരു മിക്സി കപ്പിൻ്റെ ജാറിലിടും. ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1.5 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രൂപത്തിൽ ഒരു പേസ്റ്റ് രൂപേണ അരച്ചെടുക്കുക. അരപ്പ് ഫിഷിൻ്റെ 2 ഭാഗവും നല്ല നിലയിൽ തേച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ 2 സൈഡും നല്ല രൂപത്തിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. ശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു 2-3 മീഡിയം സവോള അരിഞ്ഞത് അതിലേക്ക് ചേർക്കുക. അതൊന്ന് വഴന്ന് ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 2 തക്കാളിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ അടച്ചു വെച്ച് രണ്ടും കൂടി നല്ല രീതിയിൽ വേവിക്കുക. തക്കാളിയും സവാളയും നല്ല രീതിയിൽ വഴന്നു വന്നാൽ നമുക്കതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം ചേർക്കുക. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസൃതമായിട്ട് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് അതിലേക്ക് ആഡ് ചെയ്യുക. ആ ഗ്രേവിയിൽ 2 പുറവും നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ശേഷം ഫിഷിൻ്റെ മുകളിലേക്ക് അല്പം കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് അതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. കാണുന്നത് പോലെ തന്നെ ഏവരെയും കൊതിപ്പിക്കുന്നതും അതിരുചികരവുമായതുമാണ് നമ്മുടെ ഫിഷ് ഫ്രൈ. നമുക്കിത് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെള്ളപ്പമോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ രുചികരമായ മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.